ഹേ ഹലോ, ഇത് ഉണ്ടാക്കി നോക്കാത്തവരായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആലു പൊറോട്ടയാണ്. വീണ്ടും ഞാൻ പറയുന്നു, മസ്റ്റ് ട്രൈ ഐറ്റം. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും, ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും ഒത്തിരി ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ വീട്ടിലും എൻ്റെ ആങ്ങളയ്ക്കും ഞങ്ങൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിന് എന്തോ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. നമ്മൾ കിഴങ്ങ് സാധാരണ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയിട്ട് അത് ഉടച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലപോലെ കുനാന്നരിയുക. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മുടെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇത് മൂന്നും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ച് വെച്ചത് ഇടുക. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന് കുഴക്കത്തില്ലേ, അതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ചുകൂടെ ലൂസിട്ട് കുഴച്ചിട്ട്, ചപ്പാത്തിയുടെ മാവ് പോലെ തന്നെ കുഴക്കണം, ലൂസൊന്നും ഇടണ്ട. അതുപോലെ തന്നെ കുഴച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് സ്റ്റഫ് ചെയ്യണം. സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ പരത്തിയിട്ട് അതിനകത്ത് അതിൻ്റെ അപ്പുറം ഇപ്പുറം എണ്ണ തൂത്ത് നമ്മൾ ചുട്ടെടുക്കണം. നമ്മൾ പണ്ടാണ് ഈ ചപ്പാത്തി മാവിനകത്തോട്ട് പഞ്ചസാരയും നെയ്യ് വിട്ട് പരത്തിയിട്ട് ചുട്ടെടുത്ത് തിന്നത്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇശാങ്കുട്ടനും വല്യച്ഛനും കൂടെ പണ്ടത്തെ പൈസ മുട്ടായി വെച്ച് കളിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. പണ്ട് നമ്മൾ പൈസയാന്ന് പറഞ്ഞിട്ട് ഈ മുട്ടായി വാങ്ങിച്ചിട്ട് ഇത് പൈസയായിരുന്നു പറഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നേ. ഞങ്ങളൊക്കെ എങ്ങനെ ആയിരുന്നേ, അതേ അമ്മയുടെ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. 2 പാത്രത്തിലായിട്ട് ചുട്ടെടുക്കുകയാണ്. കാര്യം ഇത്രയും പേർക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ഐറ്റം എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ വേണം താനും. ഇതുപോലാണ് ഇത് സ്റ്റഫ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പരത്തിയിട്ട് പിന്നെ ഇത് സ്റ്റഫ് ചെയ്തിട്ട് പിന്നെ ഇത് മടക്കി 4 കൂട്ടും മടക്കിയിട്ട് വീണ്ടും ഇത് പരത്തിയിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ യൂസ് ചെയ്ത് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇവരുടെ നോർത്ത് ഇന്ത്യൻ വേറെ കറികളൊന്നും വേറൊരു സാധനങ്ങളും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ 3-4 എണ്ണം കഴിക്കും. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരു കറി ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം.